അഖിൽ മാരാറും തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം അർദ്ധരാത്രി മെസ്സേജ് അയച്ചതിനെ സംബന്ധിച്ച് തൻ്റെ അടുത്തും ചില സ്ത്രീകൾ പരാതി പറഞ്ഞിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം യഥാർത്ഥത്തിൽ ഇതിനു മുൻപും ഇത്തരം ചില പരാതികൾ വ്യക്തിപരമായിട്ട് ഞാനും കേട്ടിട്ടുണ്ട്. എന്നോടും ചില ആൾക്കാർ രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മെസ്സേജ് അയക്കുന്നത് ഈ രാജ്യത്ത് നിയമപരമായിട്ട് തെറ്റല്ലാത്തതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ കേട്ട് കളഞ്ഞു. ഇനി ഒരു പക്ഷേ എന്നോട് ഒരു പെൺകുട്ടി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇതാണ് ഇത് പുള്ളി നല്ല കക്ഷിയാണോ, പുള്ളി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള സംശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒന്നിലധികം ആൾക്കാർ എന്നോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിൻ്റെ ഓഡിഷൻ സമയത്ത് ചില പെൺകുട്ടികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് കഴിഞ്ഞ വർഷം പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേർ പറഞ്ഞു ബിഗ് ബോസിൽ സ്ത്രീകൾ പോകുന്നത് കിടന്നു കൊടുത്തിട്ട് എന്നുള്ള രീതിയിൽ ഇതിനെ വളച്ചൊടിച്ചു. ഞാൻ പറഞ്ഞത് കുറച്ച് കുട്ടികൾക്ക് കുറച്ച് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാനത് നേരിട്ട് അറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞൊരു വിഷയം ഞാൻ പറയുകയാണത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നുണ്ട്, അയാൾ ക്യാരക്ടർ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ പറയും രാഹുലിനോടുള്ള അസൂയ കൊണ്ടാണ്, അല്ലെങ്കിൽ വളർന്നു വരുന്നൊരു ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അഖിൽമാരെ നിങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയും. തുറന്നു പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് ശ്രദ്ധിക്കുക. സതീശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും കോൺഗ്രസ് സഹയാത്രികൻ കൂടിയായിട്ടുള്ള ഈ വ്യക്തിയുടെ വെളിപ്പെടുത്തൽ മാങ്ങാണ്ടിയുടെ ഞരമ്പത്തരത്തിന് ഇനിയും ഇരകളുണ്ടെന്ന് തുറന്നു കാട്ടുകയാണ്. നേരത്തെ സിനിമാ മേഖലയിലുള്ള പലരും തന്നോട് ഇതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അന്ന് ഇതിനെക്കുറിച്ച് പറയാതിരുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി വളർന്നു വരുന്ന ചെറുപ്പക്കാരനായതുകൊണ്ട് അയാളോടുള്ള അസൂയ കൊണ്ടായിരിക്കും താൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നു എന്ന് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയില്ല. പക്ഷേ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അത് തുറന്നു പറയേണ്ടി വരികയാണ്. പലരും രാഹുൽ മാങ്കൂട്ടം വിഷയത്തെക്കുറിച്ച് തന്നോട് അന്വേഷിച്ചു. ആ സന്ദർഭത്തിൽ ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറയേണ്ട സന്ദർഭമാണെന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ സുഹൃത്തുക്കൾ കൂടിയായിട്ടുള്ള ചില പെൺകുട്ടികൾ രാഹുൽ മാങ്ങാണ്ടിയുടെ രാത്രികാല ചില ലീലാവിലാസങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞതെന്ന് പറയുന്നു. തങ്ങൾക്കും രാത്രികാലങ്ങളിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്. വ്യക്തി എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചതെന്നും എന്നാൽ അന്ന് അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചതല്ലാതെ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാനോ ആ വിഷയത്തിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചില്ലെന്നും മാരാർ തുറന്നു പറയുമ്പോൾ കോൺഗ്രസിനകത്തുള്ളവർക്ക് തന്നെ നേരത്തെ മാങ്ങാണ്ടിയുടെ ഞരമ്പത്തരത്തെക്കുറിച്ച് കൃത്യമായ വിവരമുണ്ടായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പലരോടും പരാതി പറഞ്ഞു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. നേരത്തെ റിനി ഇതിനെ സംബന്ധിച്ച് സതീശനോട് പരാതി പറഞ്ഞു എന്നതിന് പുറമെ അഖിൽ മാരാർ എന്ന കോൺഗ്രസ് സഹയാത്രികൻ കൂടിയായിട്ടുള്ള വ്യക്തിയോടും പല സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന നടിമാർ മാങ്ങാണ്ടിയുടെ രാത്രികാല ചെയ്തികളെക്കുറിച്ച് കൃത്യമായി പരാതിപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വേട്ടക്കാരൻ്റെ ഇമാതിരി ഞരമ്പൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷവും അത് ഗൗരവത്തിലെടുക്കാതെ അയാൾക്ക് വളം വെച്ചു കൊടുത്ത സാഹചര്യമാണ് അന്നുണ്ടായതെന്ന് ഈ വെളിപ്പെടുത്തൽ കൂടി തെളിയിക്കുകയാണ്. നേരത്തെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചവന് ഒരു ഉമ്മ കൊടുത്ത് അവന് ഷേക്ക് ഹാൻഡും കൊടുത്ത് തിരിച്ചയച്ച സതീശൻ അഖിൽ മാരാർ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം സതീശനോട് പങ്കുവെച്ചോ എന്നുള്ളത് കൂടി വെളിപ്പെടുത്തിയാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഞരമ്പത്തരത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഞരമ്പത്തരം നേരിട്ട സ്ത്രീകൾ പരാതി പറഞ്ഞപ്പോൾ പലരും മാങ്കൂട്ടത്തെ സംരക്ഷിച്ചുകൊണ്ട് ആ പരാതി ഓൺ ചെയ്യാതെ ഒഴിഞ്ഞു മാറി എന്നതിൻ്റെ തെളിവ് കൂടിയാണ് അഖിൽ മാരാറുടെ വാചകത്തിലൂടെ പുറത്തു വരുന്നത്. ഇതോടുകൂടി സതീശൻ പ്രഖ്യാപിച്ച അടുത്ത ബോംബ് കൂടി മാങ്ങാണ്ടിയുടെ ആസനത്തിൽ പൊട്ടി എന്ന് വേണം അനുമാനിക്കാൻ.